2026 ജനുവരി 5-ലെ സിറാജ് എഡിറ്റോറിയൽ. ഇറാനിലെ പ്രക്ഷോഭത്തിലും അമേരിക്കയുണ്ട്. വെനസ്വേലയിൽ യുഎസ് നടത്തിയ ഭീകരാക്രമണവും പ്രസിഡന്റ് നിക്കോളാസ് മദുറോയെയും ഭാര്യയെയും ബന്ദിയാക്കിയതിന്റെയും പശ്ചാത്തലത്തിൽ ഇറാനിലെ അക്രമാസക്ത പ്രക്ഷോഭത്തിന് പുതിയ മാനം കൈവന്നിട്ടുണ്ട്. മദുറോയെ വിചാരണ ചെയ്യാൻ തങ്ങൾക്ക് അധികാരമുണ്ടെന്നാണ് ട്രംപ് പറയുന്നത്. മാത്രമല്ല, വെനിസ്വേലയുടെ അധികാരം പിടിച്ചെടുക്കുമെന്നും അമേരിക്കൻ എണ്ണക്കമ്പനികളെ ആ രാജ്യത്തിന്റെ എണ്ണസമ്പത്തിലേക്ക് കടത്തിവിടുമെന്നും ലാഭം കൊയ്യുമെന്നും ട്രംപ് പ്രഖ്യാപിക്കുന്നു. ലോകത്തെ ഏറ്റവും എണ്ണസമ്പന്നമായ വെനസ്വേലയിലേക്ക് സർവ്വ അർത്ഥത്തിലും അധിനിവേശം നടത്തുകയാണ് ട്രംപ്. ഒരു പരമാധികാര രാഷ്ട്രത്തിനുമേൽ ഇത്തരത്തിൽ അധികാരം സ്ഥാപിക്കാൻ ഏത് അന്താരാഷ്ട്ര നിയമമാണ് അനുവദിക്കുന്നത് എന്ന ചോദ്യം ചൈനയും റഷ്യയും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുമെല്ലാം ചോദിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം വെറും ഒച്ച മാത്രമായി പരിണമിക്കുകയാണ്. UN രക്ഷാസമിതിയുടെ ഇടപെടലില്ല, ഉപരോധ ഭീഷണിയില്ല, എല്ലാം ശാന്തം. അമേരിക്കൻ നഗരങ്ങളിലടക്കം മനുഷ്യർ പ്രതിഷേധിക്കുന്നുവെന്ന് മാത്രമാണ് പ്രതീക്ഷ പകരുന്ന കാഴ്ച. ഇസ്രായേലിനെയും അമേരിക്കയെയും തുറന്നു കാണിക്കുന്നതിൽ ഒരേ നിലപാടുയർത്തിയ രാജ്യങ്ങളാണ് ഇറാനും വെനസ്വേലയും. രണ്ടും എണ്ണസമ്പന്ന രാജ്യങ്ങൾ, എക്കാലത്തും പരസ്പരം സഹകരിച്ച രാജ്യങ്ങൾ. ഷാ പഹ്ലവി ഭരണം തകർത്തെറിഞ്ഞ 1979-ലെ വിപ്ലവത്തിനു ശേഷം ഇറാനെ സ്വസ്ഥമായി നീങ്ങാൻ അമേരിക്കൻ ഭരണാധികാരികൾ അനുവദിച്ചിട്ടേ ഇല്ല. ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ക്രൂരമായ ഉപരോധങ്ങൾ ആ രാജ്യത്തിന് നേരെ അടിച്ചേൽപ്പിച്ചു. പലപ്പോഴും അട്ടിമറി ശ്രമങ്ങൾ നടന്നു. ഇറാനിൽ നടന്ന പ്രക്ഷോഭങ്ങളൊന്നും സ്വാഭാവികമായി രൂപപ്പെടുന്നതായിരുന്നില്ല. പുറത്തുനിന്നുള്ള ഇടപെടൽ വ്യക്തമായിരുന്നു. ഇറാൻ വിമതർ മുഴുവൻ തമ്പടിച്ചിരിക്കുന്നത് US അടക്കമുള്ള രാജ്യങ്ങളിലാണ്. 2022 അരങ്ങേറിയ ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭത്തിൽ അത്തരക്കാരുടെ ഇടപെടൽ ലോകം കണ്ടതാണ്. പ്രക്ഷോഭത്തിന്റെ മുദ്രാവാക്യത്തെ തന്നെ അപ്രസക്തമാക്കുന്ന ഭൗമരാഷ്ട്രീയ താൽപര്യങ്ങളാണ് ഇടിച്ചുകയറി വരാറുള്ളത്. ഇറാനിലെ പ്രക്ഷോഭകർക്ക്, പ്രത്യേകിച്ച് വനിതാ ആക്ടിവിസ്റ്റുകൾക്ക് ലഭിക്കുന്ന നൊബേലുകളുടെ രാഷ്ട്രീയം പരിശോധിച്ചാൽ ഇത് മനസ്സിലാകും. ഡോളറിനെതിരെ ഇറാൻ റിയാലിന്റെ വിലയിടിയുകയും വിലക്കയറ്റം കുതിക്കുകയും ചെയ്തതോടെയാണ് ഇത്തവണത്തെ പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടത്. തീർച്ചയായും മനുഷ്യരുടെ സാമ്പത്തിക ആദിയായിരുന്നു പ്രക്ഷോഭത്തിന്റെ അടിത്തറ. ഡോളറിനെതിരെ ഇറാൻ റിയാലിന്റെ മൂല്യം കുത്തനെ ഇടിഞ്ഞു. 2015 ഒരു ഡോളറിന് 32,000 റിയാൽ എന്ന തലത്തിലായിരുന്നു മൂല്യം. ഇപ്പോൾ ഇത് ഒരു ഡോളറിന് 42,125 റിയാൽ ആണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ സെന്റർ ഓഫ് ഇറാന്റെ കണക്കുകൾ പ്രകാരം ഡിസംബറിലെ പണപ്പെരുപ്പ് നിരക്ക് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 52%. വിലക്കയറ്റത്തിനും സാമ്പത്തിക അരക്ഷിതാവസ്ഥയ്ക്കുമെതിരെ വ്യാപാരികളാണ് ഡിസംബർ 27-ന് പ്രതിഷേധം തുടങ്ങിയത്. അത് മറ്റിടങ്ങളിലേക്കും വ്യാപിക്കുകയായിരുന്നു. പലയിടത്തും പ്രക്ഷോഭകരും പോലീസും ഏറ്റുമുട്ടിയതോടെ വലിയ ക്രമസമാധാന പ്രശ്നമായി മാറി. ഇതോടെയാണ് പ്രക്ഷോഭകരുമായി ചർച്ച നടത്താൻ ആഭ്യന്തര മന്ത്രാലയത്തിന് പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ നിർദ്ദേശം നൽകിയത്. ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് പിന്നിലും അമേരിക്കയുണ്ട് എന്നത് വിസ്മരിച്ചുകൂടാ. ഇറാന്റെ ആണവ പരിപാടി മുൻനിർത്തി US ഏർപ്പെടുത്തിയ കടുത്ത ഉപരോധമാണ് രാജ്യത്തെ ഇന്നത്തെ നിലയിലെത്തിച്ചത്. ഇറാന്റെ എണ്ണ കയറ്റുമതി കുത്തനെ ഇടിഞ്ഞു. കൗണ്ടറിംഗ് അമേരിക്കാസ് അഡ്വൈസറീസ് ത്രൂ സാങ്ഷൻസ് ആക്ട് കാസ്റ്റ പ്രകാരം ഏർപ്പെടുത്തിയ ഉപരോധത്തിൽ ഏറ്റവും കടുത്തത് ഇറാനെതിരെയാണ്. ബരാക് ഒബാമ പ്രസിഡന്റായിരുന്നപ്പോൾ ഒപ്പുവെച്ച ആണവ കരാറിൽ നിന്ന് ട്രംപിന്റെ ഒന്നാം ഊഴത്തിൽ US ഏകപക്ഷീയമായി പിൻവാങ്ങിയതോടെ ബൈഡന്റെ കാലത്തും ഇപ്പോൾ ട്രംപിന്റെ രണ്ടാം ഊഴത്തിലും ഈ ഉപരോധം കൂടുതൽ കർക്കശമായി. ഞെരുങ്ങിയമർന്ന സമ്പദ് വ്യവസ്ഥ മാന്ദ്യത്തിലേക്ക് കൂപ്പുകുത്തി. വസ്തുത ഇതായിരിക്കെ ഇറാനിലെ ഭരണ സംവിധാനം മാറിയാൽ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കുമെന്ന് പറയുന്നതിലെ യുക്തി എന്താണ്? ക്രൂരമായ ഉപരോധം തുടരുന്നതല്ലേ പ്രശ്നം? UN ഇടപെട്ട് ഈ സാമ്പത്തികാതിക്രമണം അവസാനിപ്പിക്കുകയല്ലേ ഇറാൻ പ്രതിസന്ധിക്ക് യഥാർത്ഥ പരിഹാരം? ഒരു ഘട്ടം വരെ സാമ്പത്തിക ആശ്വാസത്തിന് വേണ്ടിയുള്ള സമരമായി നിന്ന് പ്രക്ഷോഭം അതിവേഗം ഇറാൻ ഭരണ സംവിധാനത്തിനെതിരായ പ്രക്ഷോഭമായി മാറി. പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയിയെ തന്നെ പ്രക്ഷോഭകർ ലക്ഷ്യം വെക്കാൻ തുടങ്ങി. അതോടെ പ്രക്ഷോഭകർക്ക് ഡൊണാൾഡ് ട്രംപിന്റെ പിന്തുണ വന്നു.
പ്രക്ഷോഭകരെ അടിച്ചമർത്തിയാൽ സൈനിക നടപടിക്ക് മടിക്കില്ലെന്ന ഭീഷണിയും അദ്ദേഹം മുഴക്കി. ആഗോള മാധ്യമങ്ങൾ മുഴുവൻ ഇറാനിൽ വലിയൊരു ജനാധിപത്യ ഉണർവ് സംഭവിക്കുന്ന തരത്തിൽ ആഘോഷവും തുടങ്ങി. ഇറാൻ ഭരണ സംവിധാനത്തിലെ സുപ്രീം കൗൺസിലിന്റെ ഇടപെടൽ അടക്കമുള്ള ഷീഈ കാർക്കശ്യങ്ങളെ കുറിച്ച് വിയോജിപ്പുകളുണ്ട്. ലോകത്താകെ ഇറാൻ നടത്തുന്ന ഇടപെടലുകളിൽ ഷീഈ രാഷ്ട്രീയ മുൻഗണനകളുണ്ട് എന്നതും വസ്തുതയാണ്. പക്ഷേ അതൊന്നും ആ രാജ്യത്തെ അസ്ഥിരമാക്കാനുള്ള നീക്കത്തെ സാധൂകരിക്കുന്നില്ല. അമേരിക്കൻ സാമ്രാജ്യത്വം ജനാധിപത്യം കയറ്റിയയക്കാൻ ശ്രമിച്ച എല്ലാ ദേശരാഷ്ട്രങ്ങളും ശിഥിലമാകുകയും അവിടുത്തെ ജനത കൂടുതൽ അരക്ഷിതരാകുകയും ചെയ്തതിന്റെ അനുഭവം മുന്നിലുള്ളതുകൊണ്ടാണ് ഇത്തരമൊരു നിലപാടെടുക്കുന്നത്. ഇറാന്റെ പരമാധികാരത്തിലേക്ക് യുഎസ് കടന്നുകയറരുത്. സ്വന്തം ജനതയുടെ പ്രതിസന്ധികൾക്കൊപ്പം നിൽക്കാൻ ഇറാൻ സർക്കാർ സന്നദ്ധമാകണം. അനിവാര്യമായ രാഷ്ട്രീയ പരിഷ്കരണത്തിന് തയ്യാറാകുകയും വേണം.